കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് 2026 വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടി അധികാരത്തിൽ എത്തുമെന്ന ഒരു അവലോകനത്തിനായി ഗ്രൗണ്ട് സീറോ ഇറങ്ങിയത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും നടത്തുന്ന ഒരു സർവേ അവലോകനം ആണിത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും നമുക്ക് തുടങ്ങാം. അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ കാസർഗോഡുള്ളത്. 2021 LDF 3-ലും UDF 2-ലും NDA 0 എന്നതായിരുന്നു നില എങ്കിൽ 2026 ആകുമ്പോൾ പുതിയ സർവേ പ്രകാരം LDF 1 സീറ്റിലേക്ക് ചുരുങ്ങുകയും UDF 4 സീറ്റിലേക്ക് അവിടെ ഉയരുകയും ചെയ്യും. BJPക്ക് സ്വാധീനമുള്ള മേഖലയാണെങ്കിലും BJPക്ക് ഒരു അനക്കവും അവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ LDF 9-ഉം UDF 2-ഉം NDA 0 എന്നതാണ് 2021 കണക്ക് എങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF 4 സീറ്റിലേക്ക് ഒതുങ്ങുകയും UDF അത് 7 സീറ്റിലേക്ക് വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഇവിടെയും NDAയ്ക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നതാണ് വ്യക്തമാകുന്നത്. വയനാട് ജില്ലയിലേക്ക് വന്നാൽ 3 മണ്ഡലങ്ങളിൽ 3-ഉം UDF നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. നിലവിൽ ഇവിടെ UDFന് 2 സീറ്റുകൾ ഉണ്ട്. മാനന്തവാടിയാണ് ഇപ്പോൾ LDFൻ്റെ കയ്യിലുള്ളത്. അത് മുൻപ് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. മുൻ മന്ത്രി PK ജയലക്ഷ്മി ആയിരുന്നു അവിടെ ജയിച്ച് കയറിയിരുന്നത്. ഇത് തിരിച്ചു പിടിക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇവിടെയും BJP 0 നില തന്നെ തുടരുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. UDFന് കഴിഞ്ഞ തവണ അത്ര നല്ല നില ആയിരുന്നില്ല എങ്കിൽ ഇത്തവണ അത് മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. 2026 9 സീറ്റുകൾ UDF നേടി കുതിക്കുമെന്നും LDF 4 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നുമാണ് സർവേ കണക്കുകൾ പറയുന്നത്. BJPക്ക് ഇവിടെയും ഒരു മാറ്റവും സംഭവിക്കില്ല, 0 തന്നെ നിലനിർത്തും. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ ഏറ്റവും വലിയ ജില്ല എന്നതിനാൽ തന്നെ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറത്തുള്ളത്. ഏത് തിരഞ്ഞെടുപ്പിലും UDFന് നിർണായക സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. മുസ്ലിം ലീഗിൻ്റെ സ്വാധീന ജില്ലയായതുകൊണ്ട് തന്നെയാണ് UDFൻ്റെ ശക്തി കേന്ദ്രമായി മലപ്പുറം ജില്ല മാറുന്നതും. ഈ കഴിഞ്ഞിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന UDFൻ്റെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച നിലമ്പൂർ മണ്ഡലം അടക്കം 13 സീറ്റുകൾ UDF നേടുകയും വെറും 3 സീറ്റുകളിലേക്ക് LDF എത്തുകയും ചെയ്യും. BJPയുടെ സ്ഥിതി പതിവ് പോലെ തന്നെ ഇവിടെയും 0 തന്നെ നിൽക്കും. പാലക്കാട് ജില്ല ഇവിടെയുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 സീറ്റുകളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. 2 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. എന്നാൽ 2026 UDFന് ഇവിടെ നേട്ടമുണ്ടാക്കാതിരിക്കാൻ കഴിയില്ല എന്നതിനാൽ ഇവിടെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതിനാൽ UDF 5 സീറ്റിലേക്ക് ഇവിടെ ഉയരുകയും LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ 8-ൽ നിന്നും 7-ലേക്ക് ലോപിക്കുകയും ചെയ്യും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ 60 സീറ്റിൽ കഴിഞ്ഞ തവണ LDF 39 സീറ്റ് നേടുകയും UDF 21 സീറ്റിലായിരുന്നുവെങ്കിൽ അടുത്ത വർഷം അത് UDF 40-41 നിലയിലും LDF 18-19 എന്ന നിലയിലും ആകും എന്നതാണ് കണക്കുകൂട്ടൽ. UDFൻ്റെ ഒരു കുതിച്ചുചാട്ടം ഈ മേഖലയിൽ നമുക്ക് കാണാം. BJPക്ക് ഇവിടെ ഒരു കരിയില പോലും അനക്കാൻ പ്രാണിയില്ലാതെ ആവുകയും ചെയ്യും. മധ്യകേരളത്തിലേക്ക് കടന്നാൽ തൃശ്ശൂർ മുതൽ കോട്ടയം വരെ 41 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിർണായകമായ മുന്നേറ്റങ്ങളാണ് എക്കാലത്തും UDFനെ അധികാരത്തിലെത്തിക്കാൻ ഘടകമായിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 LDF 12-ഉം UDF 1-ഉമായിരുന്നു. കഴിഞ്ഞ തവണ UDFന് ഒരു കനത്ത തിരിച്ചടിയാണ് തൃശ്ശൂർ നൽകിയത്. എന്നാൽ ഇത്തവണ 1 എന്നുള്ളത് 4 സീറ്റാക്കി ഉയർത്തുകയും
LDF 9 സീറ്റും നേടുമെന്നാണ് കണക്കുകൂട്ടൽ വ്യക്തമാവുന്നത്. ഇവിടെ BJPക്ക് ഒരു ലോക്സഭാ സീറ്റുണ്ട് എന്നതിനാൽ തന്നെ BJP ഇവിടെ ഒരു നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്നതും ഏറെ നിർണായകമാണ്. എറണാകുളം ജില്ല മലപ്പുറം പോലെ തന്നെ UDFന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. 14 നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF 5ഉം UDF 9ഉം BJP 0ഉമായിരുന്നെങ്കിൽ ഇത്തവണ LDF 4ലേക്ക് ചുരുങ്ങുകയും UDF 10ലേക്ക് വളരുകയും ചെയ്യും. ഇവിടെയും BJPയുടെ ഒരു മുൻതൂക്കം ഭീഷണി തന്നെയാണ് ഇരു മുന്നണികൾക്കും. എങ്കിലും UDF അത് മുന്നിൽ കണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ എറണാകുളത്ത് ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യം വെച്ച് BJP നടത്തുന്ന നീക്കങ്ങൾ ഒരു പരിധിവരെ അവർക്കൊരു നിലനിൽപ്പിന് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ LDF നേടുകയും UDF 1-ൽ ഒതുങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത് LDF 3-ലും UDF 2-ഉമാകും. കോട്ടയത്തേക്ക് വന്നാൽ അവിടെ ആകെ 9 സീറ്റുകളിൽ കഴിഞ്ഞ തവണ LDFന് 5ഉം UDFന് 4ഉം എന്ന നിലയിലായിരുന്നു. 2026-ൽ LDF 4ലേക്ക് ചുരുങ്ങുകയും UDF ഒരു സീറ്റ് കൂടുതൽ പിടിച്ച് 5ലേക്ക് ഉയരുകയും ചെയ്യും. മധ്യ കേരളത്തിൽ കഴിഞ്ഞ തവണ LDF 26ഉം UDF 15ഉം സീറ്റുകളിലായിരുന്നെങ്കിൽ ഇത്തവണ അത് UDF 20 ആയി ഉയരുകയും LDF 21ലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ 4 ജില്ലകളിലായി 39 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണ ഇതിൽ 34 LDFഉം UDF 5 BJP 0 എന്നതായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റിൽ 8 സീറ്റും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും UDFന് 1 കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നിരുന്നു. എന്നാൽ 2026-ൽ 6ലേക്ക് LDF ചുരുങ്ങുകയും UDF 3 സീറ്റുകൾ പിടിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. ഇവിടെ 11 നിയമസഭാ മണ്ഡലത്തിൽ 9 സീറ്റ് ഇപ്പോൾ LDFന്റെ കയ്യിലുണ്ട്. 2 സീറ്റ് UDFന്റെ കൈകളിലാണ്. എങ്കിലും UDF 2-ൽ നിന്നും 4 സീറ്റിലേക്ക് വളരുകയും LDF 7 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. പത്തനംതിട്ട 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 5ഉം LDF ജയിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇത്തവണ UDF ഇവിടെ 2 സീറ്റ് നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തേക്ക് വന്നാൽ 14 മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണ 14-ൽ 13ഉം LDF ജയിച്ചപ്പോൾ 1 മാത്രമാണ് UDFന് കിട്ടിയിരുന്നത്. എന്നാൽ ആ ആധിപത്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ LDF കാഴ്ചവെക്കാൻ കഴിയില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ LDF 8ലേക്ക് വഴുതി വീഴുകയും UDF 1-ൽ നിന്ന് 6 സീറ്റിലേക്ക് ഉയരുകയും ചെയ്യും. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവികാരം മുൻനിർത്തിയാണ് ഈ സർവേ ഫലം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം CPMൻ്റെയും നേതാക്കളുടെയും അവരുടെ നിലപാടുകളുമൊക്കെയും അതിലുപരി സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരിൻ്റെ നടപടികളുമടക്കം ശബരിമല കൊള്ളയിൽ സർക്കാരിൻ്റെ പങ്കും LDF നേതാക്കളുടെ കള്ളക്കളിയും കൊറോണ കിറ്റ് അഴിമതിയും വയനാട് ദുരന്ത മേഖലയിലെ തരംതിരിവും ബ്രൂവറി അഴിമതിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്ക് അഴിമതിയും മകൻ്റെ പേരിൽ വന്ന ED നോട്ടീസ് മുക്കിയതും ഏറ്റവും അവസാനമായി PM-ശ്രീ വഴി കേരള വിദ്യാഭ്യാസ പദ്ധതി BJPക്ക് അടിയറവ് വെച്ചതും ഉൾപ്പെടെയുള്ള അഴിമതികൾ മനസ്സിലാക്കിയുള്ള ജനത്തിൻ്റെ പ്രതികരണമാണ് സർവേയിൽ പൊതുവെ പ്രകടമായി വന്നത്. കേരളം അതിദാരിദ്ര്യമുക്തി പ്രാപിച്ച സംസ്ഥാനമായുള്ള പ്രഖ്യാപനം അതീവ പരിഹാസത്തോടെയാണ് ജനം ഇന്ന് നോക്കിക്കാണുന്നത്. ഇത് കേട്ട് റേഷൻ മേടിക്കാൻ ഗതിയില്ലാതെ പരിദേവനം നടത്തുന്ന ഗോപാലൻ ചേട്ടനും ചീരുവും അടക്കമുള്ളവർ തലയറഞ്ഞ് ചിരിച്ചു പോവുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 2 ഘട്ടങ്ങളിലായി LDFൻ്റെ ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന കേരള ജനത ഒരു ഭരണമാറ്റത്തിനായി ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ.
UDF ഒരു ശുഭപ്രതീക്ഷ അർപ്പിച്ച് അവർ കാത്തിരിക്കുകയാണ്. ടീം UDF വരും, കേരളം മാറും, അത് ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുമെന്നിരിക്കെ ജനം അതീവ പ്രതീക്ഷയോടെ കോൺഗ്രസിലേക്ക് ഇരച്ച് കയറുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.